മധ്യേ വിഭാതി നവവർഷമനോജ്ഞ ജംബൂദ്വീപോഷ്ടവിശ്വനഗേർ നവധാ വിഭക്ത ഭക്താൻ പുനാതി ഭവതീയപദാബ്ജതോയസ്രോത പദശിരസി പുണ്യഗിരേ സുമേരോ. 8 പ്രസിദ്ധ പർവ്വതങ്ങളാൽ 9 വിഭജിക്കപ്പെട്ട 9 വർഷങ്ങളോടുകൂടിയതും മനോഹരവുമായ ജംബുദ്വീപ് മധ്യഭാഗത്തായി ശോഭിക്കുന്നു. അവിടുത്തെ പാദതീർത്ഥവും സുമേരു എന്ന പുണ്യ പർവ്വതത്തിന് മുകളിൽ പതിക്കുന്നതുമായ നദി ഭക്തന്മാരെ ശുദ്ധീകരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗാനദി. ഗംഗാനദി മേരുപർവ്വതത്തിൻ്റെ ശിരസിൽ വീണ് താഴോട്ടൊഴുകി ഭക്തന്മാരെ ശുദ്ധീകരിക്കുന്നു. ഭഗവത് പാദതീർത്ഥത്തെ ആദ്യം ശിരസിൽ അണിയാനുള്ള ഭാഗ്യം ധ്രുവനാണ് സിദ്ധിക്കുന്നത്. സപ്തർഷികൾക്ക് പോലും പിന്നീടാണ് ലഭിക്കുന്നത്. മേരു പർവ്വതത്തിൽ തട്ടിയ ശേഷം ഗംഗാനദി സീത, അളകനന്ദ, ചക്ഷുസ്, ഭദ്ര എന്നിങ്ങനെ 4 കൈവഴികളായി താഴോട്ടൊഴുകുന്നു. ജംബുദ്വീപിനെ 8 പർവ്വതങ്ങൾ അതിർത്തികളായി നിന്ന് 9 ഭാഗിക്കുന്നു. ഈ 9 വർഷങ്ങൾ അഥവാ ഭൂവിഭാഗങ്ങൾ ഓരോന്നിലും ഭക്തന്മാർ ഓരോ രീതിയിൽ ഭഗവത് ഉപാസന ചെയ്യുന്നു. അവയിൽ ഭാരതവർഷത്തിന് ഇതര വർഷങ്ങളെക്കാൾ മഹത്വം ഉണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.